പാഴ്വാക്കായി IT മേഖലയിലെ മുന്നേറ്റത്തിനായുള്ള മുൻകാല സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന IT മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്ന പേരിലാണ് ബജറ്റിൽ വായിച്ച പല പദ്ധതികളും കടലാസിലാണ്. 599 കോടി രൂപയായിരുന്നു IT മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് IT പാർക്കുകളുടെ നവീകരണത്തിന് 75 കോടി, കേരള സ്റ്റാർട്ടപ്പ് മിഷന് 120 കോടി എന്നിങ്ങനെയായിരുന്നു പ്രഖ്യാപനങ്ങൾ. IT മേഖലയിലുള്ളവർക്ക് വർക്ക് നിയർ ഹോം കൊണ്ടുവരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വിരലിൽ എണ്ണാവുന്നിടത്ത് മാത്രമാണുള്ളത്. കൂടുതൽ കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും യുവാക്കൾക്കായി നൈപുണ്യ വികസന പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യേണ്ട സർക്കാർ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. 50,000 മുതൽ 2 ലക്ഷം ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള IT പാർക്കുകളുള്ള IT കൊറിഡോർ മുൻകാല ബജറ്റുകളിലെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു. നൈപുണ്യ വികസനത്തിനായി മാറ്റിവെക്കുന്ന തുകയും ചിലവഴിക്കപ്പെടുന്നില്ല. തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലെ പ്രധാന ക്യാമ്പസുകളിൽ ബിൽറ്റപ്പ് ഏരിയകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ടെക്നോ പാർക്കിലാണ് ഏറ്റവും അധികം ഭൂമി ഒഴിഞ്ഞുകിടക്കുന്നത്. ലോകോത്തര ടൗൺഷിപ്പും 1 ലക്ഷത്തോളം പേർക്ക് തൊഴിലും വാഗ്ദാനം ചെയ്ത കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ അവസ്ഥയും പരിതാപകരമാണ്. 2007 നവംബർ 16 തറക്കല്ലിട്ട പദ്ധതിയിൽ നൽകിയ വാഗ്ദാനങ്ങൾ മാറിവരിച്ച ഇടതു വലതു സർക്കാരുകൾ പാഴ്വാക്കുകളാക്കി. 2609 കോടി നിക്ഷേപം വാഗ്ദാനം ചെയ്ത IT പാർക്ക് പദ്ധതി പാതി വഴിയിലാണ്. ജനം, കൊച്ചി.